ഹോം ഡയറീസ്. പോർച്ചുഗലിന്റെ മർമ്മം എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ ഒരു സ്ഥലത്തോട്ടേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. ലിസ്ബൺ. യെസ്, അപ്പോ ഇന്ന് നമ്മള് ലിസ്ബണിലോട്ടേക്കാണ് പോകുന്നത്. പോർച്ചുഗലിന്റെ ക്യാപിറ്റലും അതുപോലെ തന്നെ പോർച്ചുഗലിലെ ഏറ്റവും വലിയ സിറ്റിയുമായിട്ടുള്ള ലിസ്ബണിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഇവിടെ എത്തിയപ്പോ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഈ പൂത്ത് നിൽക്കുന്ന ജാക്കറന്ത ട്രീസ്. വയലറ്റ് കളറിലുള്ള ഈ പൂമരങ്ങള് ലിസ്ബൺ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ ലിസ്ബൺ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള സന്ദർശകരാണ് ഇവിടെ കാണാൻ എത്തുന്നത്. സമ്മർ ആവാൻ വേണ്ടി ഞാനും നല്ല വെയിറ്റിംഗിലായിരുന്നു ഈ ഒരു ലിസ്ബൺ മുഴുവനായിട്ടൊന്ന് ചുറ്റിക്കാണാൻ. ഇത് ഇവിടെയുള്ള ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനാണ്. അല്ല, ഇത് വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു കെട്ടിടം കൂടെയാണ്. അതുപോലെ തന്നെ പഴക്കം ചെന്നതും പോർച്ചുഗീസ് കൾച്ചറിന്റെ ഐക്കോണിക് സിംബലുമായിട്ട് കണക്കാക്കപ്പെടുന്ന മറ്റൊരു കെട്ടിടം കൂടെയാണിത്. 1892 ഇത് നിർമ്മിക്കുന്നത്. പിന്നെ ഇതൊരു മൾട്ടി പർപ്പസ് വെന്യൂം കൂടെയാണ്. ഷോ, എക്സിബിഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള. ഞങ്ങള് വണ്ടി ഒതുക്കി ഇനി ഈ ഒരു സിറ്റി മുഴുവനായിട്ട് നടന്നു കാണാം. ഇത് വളരെ പഴക്കം ചെന്ന പുരാതന നിർമ്മിതികളാണ്. മാത്രമല്ല ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിംഗ്സും നല്ല ഡാർക്ക് യെല്ലോ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ദ സിറ്റി സെന്റർ ഓഫ് ദ ലിസ്ബൺ ബൈഷയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇവിടെ 18ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ നിർമ്മിതികളിൽ പലതും ഭാഗികമായി തകർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് മാർക്കിസ് പോംപാൽ പുനർനിർമ്മിക്കുകയായിരുന്നു. വേൾഡിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള നഗരവും അതുപോലെ തന്നെ യൂറോപ്പിലെ രണ്ടാമത്തെ പുരാതന നഗരവുമാണ് ഈ ലിസ്ബൺ. 1755 എർത്ത്ക്വേക്കിന് ശേഷം ഈ ഒരു സിറ്റിയുടെ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ സിംബലായി നിർമ്മിച്ച ആർച്ചാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കല്ലുകളാൽ നിർമ്മിച്ച ഈ ഒരു ആർച്ച് വിസിറ്റേഴ്സിന്റെ പ്രധാന ആകർഷണ. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ ആസ്വദിക്കുന്നവരായിരിക്കും ഇവിടെ വരുന്ന മിക്കവരും. ഈ ഒരു ആർച്ചിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് ഒരു ചെറിയ സ്ട്രീറ്റിലേക്കാണ്. ഇതുപോലെ വഴിയരികിലൊക്കെ പല പല കലാപരിപാടികൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോ ആൾക്കാരൊക്കെ തിങ്ങിക്കൂടുന്നത് കണ്ടപ്പോ ഒന്ന് ശ്രദ്ധിച്ചു. പെട്ടെന്ന് കണ്ടപ്പോ ഒറിജിനൽ ആണെന്നാണ് വിചാരിച്ചത്. സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. ഡേ ടൈം ഞങ്ങളുടെ കൺട്രോൾ ഇല്ലാതെ ഫ്രീ ആയി ഒറ്റക്ക് നടക്കാനായിരുന്നു ഐഡന് താല്പര്യം. ഇത്രയും ആളുകൾക്കിടയിൽ അവനെ ഒറ്റക്ക് നടക്കാൻ വിടുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. Por detrás dos seus olhos de desdém, o amor que eu te... കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ പിന്നെ എത്തുന്നത് വിശാലമായ റെസ്റ്റോറന്റ് ഏരിയകളിലാണ്. ഈ ഒരു നടപ്പാതകളിൽ തന്നെയാണ് റെസ്റ്റോറന്റുകളും. Você mesma disse que morreu. Foi o tempo, foi o vento, foi o sal que aos poucos... അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോ റോസിയോ സ്ക്വയറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ഇതൊരു ഹിസ്റ്റോറിക്കൽ സിംബലും കൂടെയാണ്. പെഡ്രോ 4ാമൻ രാജാവിന്റെ പ്രതിമയുള്ള ഒരു കേന്ദ്ര സ്മാരകം കൂടെയാണിത്. Se o brilho se apagou, isso é normal. Mas por que me dar só seu anzol? Foi o tempo, foi o vento, foi o sal que aos poucos amarelou. E o que é que nós somos afinal? Uma descolorida foto na estante. Uma descolorida foto na estante. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എത്തി. നല്ല വെയിലായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ദാഹിക്കാൻ നോക്കില്ല. ഞങ്ങൾ അടുത്ത് കണ്ടൊരു ഷോപ്പിലോട്ടേക്ക് കയറി. വീണ്ടും ഞങ്ങള് മുന്നോട്ടേക്ക് നടന്നു. ഈ ഒരു ഡേ മുഴുവൻ ഞങ്ങള് ഇതുപോലെ നടന്ന് ചുറ്റി കാണലാണ്. O seu toque tem sido tão formal, mas um dia você já foi meu sol. Se o brilho se apagou, isso é normal. Mas por que me dar só seu anzol? Foi o tempo, foi o vento, foi o sal que aos poucos amarelou.
E o que é que nós somos afinal? Uma descolorida foto na estante. Uma descolorida foto na estante. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ജിഞ്ചിന. ജിഞ്ചാബറീസിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ഈ ഒരു ഡ്രിങ്ക് ഞാനും ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ചവർപ്പും ഓവർ മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ്. ഈ പ്രാവശ്യം നിരന്ന പാതയല്ല, കയറാനുണ്ടായിരുന്നു, കയറ്റമുള്ള റോഡുകളായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഐഡൻ നന്നായി കയറി പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നാഷണൽ റിപ്പബ്ലിക്കൻ ഗാർഡ് മ്യൂസിയത്തിന്റെ അടുത്താണ്. സൈനിക വേഷത്തില് ഒരാൾ ഇതിന്റെ മുന്നിലായി നിൽക്കും. പോലീസ് സൈനിക ഗാർഡുകളുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 1974 ഈ സെയിം പ്ലേസിന്റെ ഒരു പകർപ്പ് അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അന്നുള്ള അതേ ഒരു സെയിം പ്ലേസ് ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ഇവിടെയുള്ള പൂമരങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇത് സഫാരിസ് എന്നറിയപ്പെടുന്ന പണ്ട് കാലങ്ങളിൽ വെള്ളം വിതരണം ചെയ്തിരുന്നത് ഇതുവഴിയാണ്. Por detrás dos seus olhos de desdém. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ടൂറിസ്റ്റുകളുടെ പ്രവാഹത്തിന് ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. O amor que eu te dei se escondeu. E o beijo de manhã, como antes não vem. Você mesma disse que morreu. Foi o tempo, foi o vento, foi o sal. പിന്നീട് ഞങ്ങൾ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലാണ് നടന്നെത്തിയത്. രണ്ട് സൈഡിലും ഷോപ്പുകളൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ട്രീറ്റ്. ഇവിടെയും ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയി ആൾക്കാർ സൈഡിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. ഇത് സാന്താ ജസ്റ്റാ ലിഫ്റ്റ് ആണ്. എനിക്കിതിന്റെ ബാക്ക് സൈഡ് വ്യൂവേ കിട്ടിയുള്ളൂ, ഫ്രണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ ലിഫ്റ്റിന്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നഗരത്തെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണിത്. അതുപോലെ തന്നെ ഈ ഒരു ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു വഴിയായിരുന്നു. വിശാലമായിട്ടുള്ള ഈ ഒരു നടപ്പാതയുടെ രണ്ട് സൈഡിലും പടുകൂറ്റൻ ബിൽഡിംഗ്. പോർച്ചുഗലിന്റെ പുരാതന ആർക്കിടെക്ചറൽ ഡിസൈനുകൾ ഇതിലൂടെ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ലോകത്തിന്റെ പല കോണിൽ നിന്ന് എത്തുന്ന വ്യത്യസ്തമായതിനെ നിരീക്ഷിക്കുന്നതും മറ്റൊരു തരം ആസ്വാദന ഭംഗി. Normal, mas por que me dar só seu anzol? Foi o tempo, foi o vento, foi o sal que aos poucos amarelou. E o que é que nós somos afinal? Uma descolorida foto na estante. Uma descolorida foto na estante. ഇപ്പൊ ഞങ്ങള് ആദ്യം വന്ന ആർച്ചിന്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് തിരക്കേറിയ വാണിജ്യ സ്ഥലമായിരുന്നു ഇവിടെ. വെങ്കലത്തിൽ തീർത്ത ജോസ് ഒന്നാമൻ രാജാവിന്റെ കുതിരസവാരിയുടെ പ്രതിമയാണ് ഇത്. ഈ ഒരു പ്രതിമ പോർച്ചുഗലിന്റെ സഹിഷ്ണുതയുടെ തെളിവാണ്. പ്രാസാദ കൊമേഴ്സിയുടെ മധ്യത്തിലായിട്ടാണ് ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ടാഗസ് നദിയുടെ മനോഹരമായിട്ടുള്ള വ്യൂവും നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും. ബോട്ടുകൾ, അതുപോലെ തന്നെ യാട്ടുകൾ, കടലിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കപ്പലുകളൊക്കെ ഇവിടെയുള്ള മറ്റു കാഴ്ചകളാണ്. ഇവിടെ കല്ലട്ടികൾ കൊണ്ട് മനോഹരമായിട്ടുള്ള പല പല ശില്പങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് സാൻഡാർ. ഇതൊക്കെ അവരുടെ ഒരു വരുമാന മാർഗവും കൂടെയാണ്. ഇതൊരു നദിയായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ കടലാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു കടലിന്റെ ഭാഗം തന്നെയാണ്. ടാഗസ് നദിയിലെ തണുത്ത കാറ്റ് ആസ്വദിച്ചിരിക്കുന്നവരായിരുന്നു അവിടെയുള്ള മിക്കവരും. കാറ്റുകൊണ്ട് കുറേ സമയം അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഏറെ വൈകിച്ചില്ല ലിസ്ബണിനോട് യാത്ര പറഞ്ഞു.